ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഉറപ്പിച്ചോളൂ, ഈ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഇല്ലയോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു അദൃശ്യ ശക്തി ഉണ്ടെങ്കിൽ അതെന്താണ്, ഏത് ശക്തിയാണ് നിങ്ങളെ നയിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഇതൊരു പുതിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ആദ്യമൊക്കെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെന്നോ അങ്ങനത്തെ ചിന്തകളൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക്, മറ്റൊരു തലം എന്നല്ല, ഉയർന്ന തലത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ യെല്ലോ ബട്ടർഫ്ലൈസ്, മഞ്ഞ കളറിലുള്ള ചിത്രശലഭങ്ങൾ, അതുപോലെ നീല കളറിലുള്ള ശലഭങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇത്തരം ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനെയൊക്കെ പ്രതീക്ഷിക്കാം, വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു വലിയ മാറ്റത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇന്നർ പവർ ആണ് ലഭിച്ചിട്ടുള്ളത്. ഗീവ് മീ ദ കറേജ് ആൻഡ് ദ പവർ ടു ഡു വാട്ട് മസ്റ്റ് ബി ഡൺ. അതെ, അതായത് ഒരു സിംഹം ഭയങ്കരമായിട്ട് ഗർജിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ, അതായത് ഈ പേഴ്സൺ പോലും അറിയാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആകാം, അറിഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആകാം, അറിയാണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ആകാം. അപ്പോൾ ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനോധൈര്യമാണ്. അത് നല്ല രീതിയിൽ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാനസിക ആരോഗ്യം, മാനസികപരമായിട്ടുള്ള തൻ്റെ ഇടം, ധൈര്യം, അതിനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, അപ്പോൾ ഇത് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുന്നതായിട്ടും മുന്നോട്ട് വളരെ പവർഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ,
ഇതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു സ്പിരിച്വൽ കാർഡ് എന്താണെന്ന് നോക്കാം. അതായത് ഈ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള എനർജി, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എനർജി ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ്, ഏത് എനർജിയാണ് ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്, ആ ഒരു അദൃശ്യമായിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വാവ്, ലോർഡ് ശിവയാണ് കിട്ടിയിട്ടുള്ളത്. വെരി ബ്യൂട്ടിഫുൾ. ലോർഡ് ശിവയാണ്. ആൻഡ് ഓൾസോ ദ ലോർഡ് ശിവ റൈസ് അപ്പ്, ഹോണർ യുവർ ഇന്നർ ഫോഴ്സ്, സ്റ്റെപ്സ് ആർ ബീങ് ഗിവൻ, ഡാൻസ് വിത്ത് ദ യൂണിവേഴ്സ്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ശിവഭക്തരെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ശിവഭക്തർ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ശിവഭഗവാനെ നിങ്ങൾ സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ശിവനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ശിവഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ശിവനെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഫോട്ടോസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ശിവ സഹസ്രനാമം, അല്ലെങ്കിൽ ഓം നമ ശിവായ എന്ന് പറയുന്ന ബീജാക്ഷരി മന്ത്രം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശിവനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ധാര നടത്തുന്നുണ്ട്. ധാര നടത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ശരീരത്തിനൊക്കെ ഒരു സമാധാനമൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ധാര നടത്തുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ധാര നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂവളമാല സമർപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നുമല്ലെങ്കിൽ ജസ്റ്റ് ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സർപ്പങ്ങളെ കാണുന്നുണ്ടാകാം, നാഗക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ട് വഴിപാട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പോയി തൊഴുതിട്ടുണ്ടാകാം. എന്തുകൊണ്ടോ ശിവൻ റിലേറ്റ് ചെയ്യുന്നതാണ് സർപ്പം, അല്ലെ? രണ്ടും ഒരേ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു എനർജിയാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അദൃശ്യ ശക്തിയാണ് നിങ്ങളെ 2 പേരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എന്താണ്, നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? റീകൺസിലിയേഷൻ ആണ്. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ് എന്നാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ 2 പേരും റീകൺസിലിയേഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒട്ടും തന്നെ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ സപ്പോർട്ടീവ് അല്ല, സാഹചര്യം ഒട്ടും തന്നെ സപ്പോർട്ടീവ് അല്ല, റീകൺസിലിയേഷൻ നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ 2 പേർക്കും ഇടയിലുള്ള റീകൺസിലിയേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റീകൺസിലിയേഷൻ ആണ് വളരെ അടുത്ത് തന്നെ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഈ പേഴ്സൺ ഏതൊരു എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാവ്, ന്യൂ മൂൺ ഇൻ വിർഗോ ആണ്. വിർഗോ ആണ് കിട്ടിയിട്ടുള്ളത്. ട്രസ്റ്റ് ഓൾ വിൽ ബി വെൽ. ഓക്കെ, അതായത് വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്ന രീതിയാണ്. അതുപോലെ ന്യൂ മൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആണ്. അതായത് എർത്ത് സൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ക്ഷമ, വിശ്വാസം, സന്തോഷം, എല്ലാം നന്നായി പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം. ഈ ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആദ്യമൊക്കെ അങ്ങനെ അതിനെക്കുറിച്ചൊരു ചിന്തകളില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ആത്മവിശ്വാസമോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ വ്യക്തിക്ക് വിശ്വാസം വരുന്നുണ്ട്. ഇപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് വിശ്വാസം വരുന്നുണ്ട്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര് ചോദിക്കുകയാണെങ്കിലും ഇപ്പോൾ തൻ്റെ ഇടത്തോടു കൂടി ഒരു വിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് വരുന്ന മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് നമുക്ക് നോക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ളത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് വീണ്ടും എർത്ത് സൈൻ ആയിട്ടാണ് കാണിക്കുന്നത്.
നെഗറ്റീവ് തോട്ട്സ് മാനിഫെസ്റ്റിംഗ് ഇൻ ടു റിയൽ ചാലഞ്ചസ്, ഫിയർ സറൗണ്ടിങ് മണി. ഓക്കെ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മോശപ്പെട്ട സമയം, സഹായം കിട്ടാത്ത അവസ്ഥ, കാലചക്രം പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്നുമാണ് നിങ്ങളുടെ പേഴ്സൺ രക്ഷപ്പെടുന്നത്. അതായത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വളരെയധികം പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അത്രയും നെഗറ്റീവായിട്ടാണ് നിന്നിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. സഹായം കിട്ടാത്ത അവസ്ഥ, കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസമില്ലാത്ത സ്ഥലത്ത് നിന്നും ആത്മവിശ്വാസത്തിലേക്ക് വരുന്നു. പേടിയിൽ നിന്നും ധൈര്യത്തിലേക്ക് വരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് വരുന്നു. ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പേഴ്സണ് എന്താ പറയാ, പോസിറ്റീവായിട്ട് വരുന്ന കണക്ഷൻസ്, അതായത് പുതിയ കൂട്ടുകാരായിരിക്കാം, പുതിയതായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, വഴികാട്ടികളായിരിക്കാം, സ്പിരിച്വൽ പരമായിട്ടുള്ള കൂട്ടുകാരായിരിക്കാം. എന്തോ പുതിയ സപ്പോർട്ടീവ് കണക്ഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ വ്യക്തിയെ വളരെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനും പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാനൊക്കെ ഈ പേഴ്സണെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് റൊമാൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള സർപ്രൈസസ്, റൊമാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും താല്പര്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നിങ്ങളിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ മധുരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അദൃശ്യ ശക്തികൾ, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ടും നിങ്ങളുടെ എനർജി അവിടെ ടാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.